നമ്മൾ എത്ര കൊല്ലങ്ങളാവുക കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും വർഷങ്ങൾ മതബോധനം നടത്തിയതിനു ശേഷം കുട്ടികൾ കോളേജുകളിലേക്കും ഒക്കെ പോയി കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ അവർക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു. ഈ ചാനലുകളിലൊക്കെ സഭ വിമർശിക്കപ്പെടുന്നുണ്ട്. സത്യം അറിയാണ്ടൊരു പരിശ്രമമല്ലല്ലോ ഇവിടെ കാണുന്നത്. ഈ പാനൽ ഡിസ്കഷൻ വന്നിരുന്ന് സംസാരിക്കുന്നവരൊക്കെ ക്രൈസ്തവരുടെ നാമത്തിൽ സംസാരിക്കുന്നവർ പോലും ക്രൈസ്തവരോട് താല്പര്യമില്ലാത്ത ക്രൈസ്തവ സഭയെ സ്വീകരിക്കാത്തവരുമാണ്. സഭയെന്ന് പറയുമ്പോൾ പിതാവും മെത്രാന്മാരും വൈദികരും മാത്രമല്ല, എല്ലാവരോടും ഉൾപ്പെടുന്നതാണ്. വോയിസ് ഓഫ് ചർച്ച് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മെത്രാഭിഷേകത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന അഭിവന്ദ്യ മാർ ജേക്കബ് തൂങ്കുഴി പിതാവാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. 10 വർഷം തൃശ്ശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായും താമരശ്ശേരി മാനന്തവാടി രൂപതകളുടെ ബിഷപ്പായി 24 വർഷവും അങ്ങനെ 34 വർഷം മെത്രാനായി സേവനം ചെയ്തു. മലനിരകൾ കയറി ഇറങ്ങിയുള്ള സേവനമായിരുന്നു. തുടർന്ന് സഭയെ ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരുപാട് സേവനങ്ങൾ, ഒരുപാട് സംരംഭങ്ങൾ അദ്ദേഹം സമൂഹത്തിന് സമർപ്പിക്കുകയുണ്ടായി. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, മേജർ സെമിനാരി, ടെലിവിഷൻ ചാനൽ എന്നിങ്ങനെ ഒരുപാട് സേവനങ്ങൾ, സംഭാവനകൾ ചെയ്തു. 66 വർഷത്തെ പൗരോഹിത്യം. 92-ാം വയസ്സിലും അദ്ദേഹം ധ്യാന ശുശ്രൂഷ നയിക്കുകയാണ്. ഒരുപാട് പേർക്ക് അദ്ദേഹം സഞ്ചരിക്കുന്ന പിതാവാണ്, ചിരിക്കുന്ന പിതാവാണ്, ചൈതന്യമുള്ള പിതാവാണ്. ഒരുപാട് പേർക്ക് മാർഗദർശിയാണ്. ഒരുപാട് അനുഭവജ്ഞാനമുള്ള പിതാവ് നമ്മോട് ഒരുപാട് കാര്യങ്ങൾ സംവദിക്കാൻ ഇവിടെ നമ്മോടൊപ്പമുണ്ട്. അഭിവന്ദ്യ തൂങ്കുഴി പിതാവ് ഈ പരിപാടിയിലേക്ക്, വോയിസ് ഓഫ് ചർച്ച് പ്രോഗ്രാമുകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഫ്രാങ്കോ. നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. സഭ അൽമായരുടേതാണോ വൈദികരുടേതാണോ? സഭയിൽ വൈദികരുടെ ഒരു മേൽക്കോയ്മ ഈയിടെയായി വർദ്ധിച്ചു വരുന്നു എന്നൊക്കെ ചില ആൽമായർക്കിടയിൽ സംസാരമുണ്ട്. അതേക്കുറിച്ച് പിതാവിന് എന്താണ് പറയാനുള്ളത്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഫ്രാങ്ക് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. സഭ ആരുടേതാണ്? അടിസ്ഥാനപരമായൊരു ചോദ്യം. വാറ്റിക്കൻ കൗൺസിൽ അതിന് വളരെ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. സഭ എല്ലാ വിശ്വാസം എല്ലാവരുടേതുമാണ്, പ്രത്യേകമായിട്ട് ഒരു വിഭാഗത്തിൻ്റെതല്ല. എങ്കിലും പരമ്പരാഗതമായിട്ട് സഭയെന്ന് പറയുമ്പോൾ സഭയെ മെത്രാന്മാരും വൈദികരുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ശീലമുണ്ട്. പിതാക്കന്മാരൊക്കെ ഞാൻ മറ്റുള്ളവരോട്, സാധാരണ വിശ്വാസികളോട് സഭയോടൊത്ത് ജീവിക്കുക, സഭയോടൊത്ത് ചിന്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കുടനെ എല്ലാവർക്കും മനസ്സിലാകുന്നത് സഭയോടൊത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മെത്രാന്മാരോടൊപ്പം നിങ്ങൾ ചിന്തിക്കണം, ഞങ്ങൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണം എന്നുള്ളതാണ് പലപ്പോഴും മനസ്സിലാക്കുന്നത്. പക്ഷേ അതല്ല സത്യം. ഞങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ശരിക്കും സഭ എന്ന് പറഞ്ഞാൽ വിശ്വാസ സമൂഹമാണ് എൻ്റെ അർത്ഥം. വൈദികരിങ്ങനെ മറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഒരു വൈദികൻ അതുകൊണ്ട് സഭയുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട്, വക്താവായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഈ പറഞ്ഞ ചിന്താഗതി, ക്ലെറിക്കലിസം ഒട്ടും വരാൻ പാടില്ല. നമ്മുടെ പരിശുദ്ധ പിതാവ് പല പ്രസംഗങ്ങളിൽ ഈ ക്ലെറിക്കലിസത്തിനെ കുറിച്ച് പറഞ്ഞു. ക്ലെറിക്കലിസം എന്ന് പറഞ്ഞാൽ എല്ലാം, ഈ മേധാവിത്വമെല്ലാം ക്ലെറിക്സിനാണ്. ക്ലെറിക് എന്ന് പറഞ്ഞാൽ പുരോഹിതവർഗം, അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പണ്ട് വലിയച്ഛന്മാർക്ക് ചിലപ്പോൾ പറയുന്നത്, ഞാൻ പറയുന്ന നീ അങ്ങ് കേട്ടാൽ മതിയടാ, അവിടെ ഇരിക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള പൗരോഹിത്യ ശുശ്രൂഷയായിരുന്നു പഴയ കാലത്ത്. ഇപ്പോൾ അങ്ങനെ പറയുന്ന ഒരു ചുരുക്കമാണ്. പറയുമ്പോൾ അത് വളരെ പരിഹാസമായിട്ട് മനുഷ്യർക്ക് തോന്നുകയും ചെയ്യും. ഞാനൊരു വികാച്ചനെക്കുറിച്ചൊരു സംഭവം ഓർക്കുകയാണ്. എന്നോട് ഒരാൾ പറഞ്ഞ കഥയാണ്. വിയാച്ചൻ മഹാപിശുക്കനായിരുന്നു. മഹാപിശുക്കൻ എന്ന് മാത്രമല്ല മുൻകോപി, ധാർഷ്ട്യം, ഇങ്ങനെയുള്ള എല്ലാ പ്രത്യേകതയുള്ളൊരു വൈദികൻ. അദ്ദേഹത്തെ ആൾക്കൊന്നും ഇഷ്ടമില്ലായിരുന്നു. അവസാനം അദ്ദേഹം സ്ഥലം മാറി പോവുകയാണ്. സ്ഥലം മാറി പോകുമ്പോൾ പോയിക്കോട്ടെന്ന് എല്ലാവർക്കും ഉണ്ട്. എങ്കിലും ഒരു ഔപചാരികതയൊക്കെ ഉണ്ടല്ലോ. ഒരു വൈദികൻ ഒരു 3-4 കൊല്ലം ഒരിടത്ത് ഇരുന്നിട്ട് പിന്നെ മാറിപ്പോകുമ്പോൾ ഒരു സെൻറ്റ് ഓഫ് കൊടുക്കുക എന്ന് പറയുന്ന മനുഷ്യരുടെ മര്യാദയാണ്. അപ്പോൾ ഈ മര്യാദ അനുസരിച്ച് സെൻറ്റ് ഓഫ് കൊടുക്കണമെന്ന് അവർ പക്ഷേ ആരും മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ ജനം പറഞ്ഞു കൈക്കാരന്മാരോട്, എടോ നിങ്ങളിങ്ങനെ ഇരുന്നാൽ പറ്റിയില്ല, നിങ്ങളത് ചെയ്യേണ്ട, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, അതുകൊണ്ട് കഴിയുന്ന വേഗം ഒരു സെൻറ്റ് ഓഫ് സംഘടിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ കുറച്ച് 10-30 പേര്
പിടികൂടി നമുക്കൊരു സെൻഡ് ഓഫ് കൊടുത്ത് ഒരു ചെറിയ സമ്മാനവും കൊടുത്ത് സെൻഡ് ഓഫ് കൊടുത്ത് വിടാൻ സമ്മതിച്ചു. അപ്പോൾ 2 കാര്യങ്ങളും പറയണം പോകുമ്പോൾ. അല്ല ചുമ്മാ സമ്മാനം കൊടുത്തിട്ട് പറയാൻ പറ്റിയല്ലോ. അത് കൈക്കാരനെ ചെയ്യേണ്ടെന്നില്ല, എന്നോട് തീരുമാനിച്ചു. കൈക്കാരൻ സമ്മതിച്ചു. കൈക്കാരൻ കയറി വന്നിട്ട് പറഞ്ഞു, അച്ഛാ എല്ലാവരും കൂടി അച്ഛന് ഒരു ചെറിയ സമ്മാനം തരുന്നു, ഇതാ എന്ന് പറഞ്ഞ് സമ്മാനം കൊടുത്തു. പിന്നെ എന്നോട് 2 വാക്ക് പറയണമെന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അച്ഛൻ ഇവിടെ ആയിരുന്നപ്പോൾ എല്ലാവരും പറയാറുണ്ട് മഹാപിശുക്കനാണ്, ആർക്കും ഒന്നും കൊടുക്കില്ല, ക്ഷിപ്രകോപിയാണ്, ഇങ്ങനെയെല്ലാം പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞ അച്ഛനെ ഇട്ടു. അവർ ഈ മനുഷ്യൻ പറഞ്ഞതെല്ലാം സത്യമാണ്, പറഞ്ഞതെല്ലാം സത്യമാണ്. അച്ഛൻ ക്ലെറിക്കലിസത്തിൻ്റെ ഒരു എന്താണ് ഇമേജ് ഐക്കൺ പോലെയാണ് മനുഷ്യൻ. എല്ലാം ഞാൻ തീരുമാനിക്കും, ഞാൻ പറയുന്നത് മനുഷ്യർ കേട്ടുകൊള്ളണം, ഇങ്ങനെയൊക്കെ. പക്ഷെ ഒരു നല്ല വൈദികൻ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു വൈദികനല്ലല്ലോ. ഇപ്പോൾ വാസ്തവത്തിൽ മനുഷ്യരെല്ലാം ഒരു റോൾ മോഡൽ ഉള്ള ഒരു നല്ല വൈദികനെ നോക്കിയിരിക്കുന്നു. ഈ അടുത്ത ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു അച്ഛനുണ്ട്, രാവിലെ 5 മണിയാകുമ്പോൾ ഈ അച്ഛൻ പള്ളിയിൽ സന്നിഹിതനാണ്, പ്രാർത്ഥനയാണ് അവിടെ. കുറേ കഴിയുമ്പോൾ ആൾ വരും, കുമ്പസാരിക്കാൻ ആൾ വരും. അച്ഛൻ അവരെ കുമ്പസാരിപ്പിക്കും, പിന്നെ കുർബാന ചെല്ലും ഭക്തിയോടുകൂടെ. അത് കഴിഞ്ഞുകൊണ്ട് പോയാൽ പിന്നെയും അച്ഛൻ കുറേ കഴിയുമ്പോൾ പടിയിലേക്ക് തിരിച്ചു പോകുന്നത് കാണാം. സക്രാരി അടുത്ത് പോയിരുന്നു പ്രാർത്ഥിക്കുകയാണ് മനുഷ്യൻ. എന്തൊരു മാതൃകയാണ് അച്ഛൻ കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് കൊച്ചച്ഛന്മാർ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇത്രയും പരിപാടി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ പെട്ടികയിൽ കാണും ഒരു ടെലിഫോൺ. അത് ഉപയോഗിച്ചിങ്ങനെ ഓടി നടക്കുക. ഈ അച്ഛന് ആ ടെലിഫോണൊന്നുമില്ല, അച്ഛൻ പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുക. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ. അപ്പോൾ അവസരത്തിൽ പള്ളി ആരുടേതാണ് സഭ എന്ന് ചോദിച്ചാൽ, സഭ ആ വൈദികൻ്റെയാണ്, നമ്മളെല്ലാവരുടേതാണ്, അച്ഛനോട് കൂടി പ്രാർത്ഥിക്കുന്നവരുടേതാണ്. അതല്ലാതെ ആ അച്ഛൻ യാതൊരു അഹങ്കാരവുമില്ല, എൻ്റേതാണ് പള്ളി, ഞാൻ പറയുന്നത് ചെയ്താൽ മതി, ഇങ്ങനെയുള്ളൊരു സ്വഭാവമേ ഇല്ല. എല്ലാവരുമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുന്നൊരു സൽസ്വഭാവമുള്ള നല്ല മനുഷ്യൻ. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, വിശ്വാസികളുടേതാണ് പള്ളി, സഭ, അവർക്കെല്ലാവർക്കും തുല്യ അവകാശമാണുള്ളത്. ജോൺ പോൾ മാർപ്പാപ്പയും പറഞ്ഞത്, സഭയിൽ എല്ലാവരും തുല്യരാണ്. ഇന്ന് മാമോദിസ സ്വീകരിച്ച ആൾ മുതൽ മാർപ്പാപ്പ വരെ സകലരും തുല്യരാണ്. പക്ഷെ വ്യത്യാസമുണ്ട്, അവർ ചെയ്യാനുള്ള ദൗത്യം എന്താണെന്ന് വ്യത്യാസമുണ്ട്. മാർപ്പാപ്പയ്ക്കടുത്ത് ദൗത്യങ്ങളൊക്കെ ചെയ്യുന്നു, സാധാരണ മനുഷ്യർ അവർക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അവർ ചെയ്യുന്നു. പക്ഷേ ദൈവത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അത് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ ദഹിക്കുകയില്ല. മാർപ്പാപ്പായും ഞാനും ഒരുപോലെയാണെന്നോ, അയ്യോ അങ്ങനെ പറയുക പോലും ചെയ്യരുതേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകും. പക്ഷേ മാർപ്പാപ്പ തന്നെയാണ് പറയുന്നത് നമ്മളെല്ലാവരും തുല്യരാണ്. അതേസമയത്ത് നമുക്ക് ദൈവം വ്യത്യസ്തമായ ദൗത്യങ്ങൾ തന്നിരിക്കുന്നു. അപ്പോൾ സഭ എല്ലാവരുടെയും കൂടിയാണെന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഈയിടെ പങ്കാളിത്തത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ അൽമായർ സഭയിൽ പങ്കാളിത്തത്തോടെ സഭയുടെ നേതൃത്വത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടം. കഴിവും കർമ്മശേഷിയുമെല്ലാം ഉള്ള ഒരുപാട് അൽമായർ നമുക്കിടയിലുണ്ട്. പക്ഷേ പലരും മടിച്ചു നിൽക്കുന്നുണ്ടോ? പങ്കാളിത്തം, അൽമായറുടെ പങ്കാളിത്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പിതാവിൻ്റെ ഒരു ദർശനം എന്താണെന്നൊന്ന് പറയാമോ? ആധുനിക കാലത്ത് പ്രതിപാദിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണിത്. ഇന്ന് തന്നെയല്ല, സഭയുടെ വളർച്ചയും പുരോഗതിയും എല്ലാം ആശ്രയിച്ചിരിക്കുന്ന ഒരു പോയിന്റിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അൽമായരുടെ പങ്കാളിത്തം, അത് എന്തുമാത്രം വേണം, എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഞാനിന്ന് രാവിലെ ഇരുന്ന് സ്വല്പം ചിന്തിച്ചപ്പോൾ ജൂബിലി മിഷൻ കോളേജിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, ഈ ജൂബിലി മിഷൻ കോളേജ്, മെഡിക്കൽ കോളേജ് വലിയൊരു പ്രസ്ഥാനമാണല്ലോ, എന്ത് വലിയൊരു പ്രസ്ഥാനമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും അതിൻ്റെ ബോർഡിൽ ഒരു അൽമായനുമില്ല എന്നുള്ള കാര്യം എന്നെ ഓർമ്മിപ്പിച്ചു. ദൈവമേ, ഞാനാണല്ലോ തുടങ്ങിയത്, ഞാൻ എന്തൊരു വലിയ അശ്രദ്ധയാണ് ഇത്. വാസ്തവത്തിൽ ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിന് അൽമായർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. പല വിധത്തിൽ അൽമായർ സഹകരിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്കിൽ പോലും അതിൻ്റെ പ്രധാനപ്പെട്ട ബോർഡിലേക്ക് ഒരാളില്ല എന്ന് പറയുന്ന ഒരു പ്രാതിനിധ്യം ഇല്ലെന്ന് പറയുന്നത് വേറെ അപമാനകരമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ അതിൻ്റെ അർത്ഥം അതുപോലെ ഇത്രയും ഇല്ലെങ്കിലും ഇതുപോലെയൊക്കെ ചിന്തിക്കാൻ ചെയ്യുന്ന വല്ലവരുമുണ്ടെങ്കിൽ അവരുടെ അറിവിന് വേണ്ടി കൂടെ സംസാരിക്കുകയാണ്.
അതൊരു വലിയ പോരായികയായിപ്പോയി. ദൈവം നമുക്ക് തന്നിരിക്കുന്ന, ഇപ്പം തൃശ്ശൂർ അതിരൂപതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിരൂപതയ്ക്ക് തന്നിരിക്കുന്ന വലിയൊരു ദാനം ഒരു വലിയ അതീവ പ്രാപ്തിയുള്ള പ്രഗത്ഭരായ ആത്മായ സമൂഹമാണ്. എന്തുകൊണ്ട് നമ്മളവരെ ഉപയോഗിക്കുന്നില്ല? പൈസയ്ക്ക് വേണ്ടി ചിലപ്പോൾ അവരെ സംഘടിപ്പിച്ച പിരിവിനൊക്കെ വേണ്ടി പോകും. പക്ഷേ അതിനപ്പുറത്ത് സഭയുടേതായിട്ടുള്ള പ്രത്യേക അഡ്മിനിസ്ട്രേഷനൊന്നും അവർക്കൊരു പ്രത്യേക പങ്കൊന്നും കൊടുക്കുന്നില്ല. ജനറലായിട്ടുള്ള പാസ്റ്റർ കൗൺസിൽ ഇങ്ങനെയുള്ള അവിടെയൊക്കെ സാന്നിധ്യമുണ്ട്. പക്ഷേ അതൊരു നാമമാത്രമായ ഒരു സാന്നിധ്യമാണ്. ശരിക്കും ഇൻവോൾവ് ചെയ്യുന്ന ഒരു സാന്നിധ്യം കുറവാണ് നമുക്ക്. ഞാൻ ഓർക്കുകയാണ്, ഇന്ന് ഈ തൃശ്ശൂർ അതിരൂപത പോലെ അനുഗ്രഹീതമായ അൽമാരെ കൊണ്ട് അനുഗ്രഹീതമായൊരു സഭ ലോകത്തിലുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. എന്തൊരു പ്രശ്നമായാലും നമുക്ക് നമ്മുടെ ആളുകൾ, കുര്യൻ ജോസഫ്, ശ്രീക് തോമസ്, നമ്മുടെ ശാലോമിലെ ബെന്നി പുന്നത്ര, ഇങ്ങനെ അനേകം പേരുടെ പേരുകൾ പറയാനുണ്ട്. ഇവരൊക്കെ നമ്മുടെ സ്വന്തം നമ്മുടെ അൽമായരാണ്. നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സന്നദ്ധതയും കഴിവുമുള്ളവരാണ്. വിശുദ്ധരായ മനുഷ്യരാണ് ഇവരൊക്കെ, വളരെ വിശുദ്ധരായ മനുഷ്യർ. പക്ഷേ അവരൊക്കെ നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് വലിയൊരു കൃത്യവിലോപം എനിക്ക് തോന്നുകയാണ്. നമുക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹം വേണ്ടതുപോലെ വിനിയോഗിക്കാതെ പോയ മനുഷ്യരെ പോലെ എനിക്ക് തോന്നിപ്പോവാണ്. 5 താലന്ത് തന്നിട്ട് അത് വെറുതെ കുഴിച്ചിട്ട് തിരികെ കൊടുക്കുന്ന മനുഷ്യർ കഷ്ടമാണെന്ന് തോന്നുകയാണ്. അപ്പോൾ ഈ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. സഭയെന്ന് പറയുമ്പോൾ പിതാവും മെത്രാന്മാരും വൈദികരും മാത്രമല്ല, എല്ലാവരോടും ഉൾപ്പെടുന്നതാണ്. എല്ലാവരോടും കൂടിയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്, സഹകരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ചിന്ത തീർച്ചയായിട്ടും അതീവമായിട്ട് നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ നമുക്ക് പുരോഗതി ഉണ്ടാകുകയെന്നുള്ള വിചാരമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ സഭയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം, സമൂഹത്തിൽ വളരെ സ്ത്രീകളുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പിന് 50% സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളായിട്ടുള്ള അൽമായർക്ക് മാത്രമല്ല, സന്യസ്തരുടെ ഇടയിലും സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യമല്ലേ ഉള്ളത്? അതേക്കുറിച്ച് എന്താണ് പിതാവിൻ്റെ ഒരു ദർശനം? തീർച്ചയായിട്ടും നല്ലൊരു ഒബ്സർവേഷനാണ്. നമ്മളങ്ങനെ ചെയ്യേണ്ടതാണ്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാന ലെവലിലൊക്കെ സ്ത്രീകൾക്ക് ഇതുപോലെ 50% പ്രാതിനിധ്യം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ അത്രയും കൊടുക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പം സ്റ്റേറ്റിനേക്കാളും പിന്നിലാണല്ലോ നമ്മുടെ സ്ഥിതി എന്നുള്ളത് ഓർത്തു പോവുകയാണ്. സത്യത്തിൽ നമ്മൾ മറിച്ചൊരു ചിന്ത വരുന്നുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ പാസ്റ്റർ കൗൺസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്ത്രീകളെ അടുപ്പിക്കില്ലായിരുന്നത്. അതൊക്കെ അവർക്ക് ടബു ആയിരുന്നതല്ല. ഇപ്പോൾ അതെല്ലാം മാറി. പാസ്റ്റർ കൗൺസിലൊക്കെ സ്ത്രീകളുടെ സാന്നിധ്യമുണ്ട്. പിന്നെ പ്രാതിനിധ്യമുണ്ടെന്ന് മാത്രമല്ല, ഓഫീസ് ബെയറേഴ്സായിട്ട് അവരെയൊക്കെ തിരഞ്ഞെടുക്കുകയും അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ പാസ്റ്റർ കൗൺസിലിൻ്റെ സെക്രട്ടറി ഡോക്ടർ റെജീന ഒരു വലിയ പുരോഗതിയുടെ ചിഹ്നങ്ങളായിട്ട് നിലകൊള്ളുന്നു. എങ്കിലും ഇനിയും വളരെയേറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമുക്ക് പ്രാതിനിധ്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും നമ്മൾ അവരോട് ഇങ്ങനെ ആലോചിക്കാറില്ല. പിന്നെ അവർക്ക് സ്വമേധയാ സ്വാതന്ത്ര്യത്തോടു കൂടി ഒന്ന് സംസാരിക്കാനുള്ള ആ സാഹചര്യം നമ്മൾ സൃഷ്ടിക്കുന്നുണ്ടോ എന്നുള്ള സംശയം. നമുക്ക് പ്രത്യേകം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് പറയാൻ പറ്റും. എങ്കിൽ പോലും അവർക്ക് ഇങ്ങനെയുള്ള സഭകളിൽ വന്നിരുന്ന് അതിൽ സംബന്ധിച്ചങ്ങ് പോകുന്നല്ലാതെ ചുരുക്കം പേര് മാത്രമേ എന്തെങ്കിലും ധൈര്യത്തോടു കൂടി എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്യുന്നുള്ളൂ. പിന്നെ അവർ പറയുമ്പോൾ വേണ്ടതുപോലെ അവരെ ആദരിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ഇങ്ങനെ പല ചിന്തകളുണ്ട്. എങ്കിൽ പോലും ഫ്രാങ്ക് ഇപ്പോൾ ചോദിച്ചപ്പോൾ എനിക്ക് വരാൻ തോന്നുന്നത്, നമ്മൾ പൂർണ്ണമായിട്ട് അവരെ സഹകരിപ്പിച്ചിട്ടില്ല. ഇനിയും പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ സാധിക്കും, അവരെ കൊണ്ട് സാധിപ്പിക്കണം. എങ്കിലും നമ്മൾ ആ രംഗത്ത് ഒരു തുടക്കമെങ്കിലും ഇട്ടിട്ടുണ്ട്. കൂടുതൽ പ്രാതിനിധ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ അതൊരു ശുഭോദർക്കമായൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. ഇനിയും പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് മനസ്സിലുള്ളത്. സ്ത്രീകൾ തന്നെ മുന്നോട്ട് കുറേ വരേണ്ടതാണെന്നാണ് കൂടിയാണ് പിതാവ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. സ്ത്രീ പങ്കാളിത്തത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മുടെ സമർപ്പിത സമൂഹം, സന്യാസിനിമാർ, കന്യാസ്ത്രീകൾ, അങ്ങനെയുള്ള വിഭാഗം അവരുടെ കാര്യത്തിലും ഒരു പങ്ക് ഇല്ലേ? സഭയുടെ നേതൃനിരയിലേക്ക് അവരും വരേണ്ടതല്ലേ? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. വാസ്തവത്തിൽ നമ്മുടെ സഭ എത്രയോ അനുഗ്രഹീതമായൊരു സഭയാണ്. ഇത്രയും സമർപ്പിതരായിട്ടുള്ള ആളുകളുള്ള സഭ ലോകത്തിൽ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ദൈവം ഈ പറഞ്ഞ അൽമാരുടെ കാര്യം പറഞ്ഞതുപോലെ
നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ധാരാളം ദൈവവിളികൾ. ഇനിയിപ്പോൾ ഈ അടുത്ത കാലത്തെല്ലാം കുറഞ്ഞു പോയിട്ടുണ്ട്, കുറയുന്നുമുണ്ട്. എങ്കിൽ പോലും ഈ കാലം വരെ നമുക്കുണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിക്കുന്ന ഈ സാഹചര്യം വ്യത്യാസം വരികയും കൂടുതൽ ദൈവവിളികൾ ഉണ്ടായി വരികയും ചെയ്യുമെന്നുള്ള പ്രത്യാശയാണ് നമുക്കുള്ളത്. എങ്കിൽ പോലും നമുക്ക് ഈ സന്യസ്തരെക്കുറിച്ച്, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ അവരോട് വേണ്ടത്ര നീതിപൂർവമായിട്ട് പെരുമാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പുറത്താരും പറയുകയില്ല ഇങ്ങനെ. ഇപ്പം ഞാൻ പറയുമ്പോൾ എനിക്ക് ആരെയും പേടിക്കാനില്ല. ഇങ്ങനെ ഇതാണ് സത്യസ്ഥിതി, ഇതാണ്. അവരോട് നീതി പ്രവർത്തിക്കുന്നില്ല. ഞാനെന്ന് ചോദിക്കട്ടെ, ഒരു കൊച്ചച്ഛൻ വൈദികനായി വന്ന് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. പ്രവേശിക്കാൻ പോകുമ്പോൾ ആ കൊച്ചച്ഛന് ഇടവകയിൽ ഒരു വീടുണ്ട്, കറണ്ടുണ്ട്, വെള്ളമുണ്ട്, വണ്ടി സൗകര്യം പതുക്കെ ഉണ്ടായി വരുന്നുണ്ട്. അങ്ങനെ ചിലവിന് അച്ഛൻ്റെ ഭക്ഷണ ചിലവൊക്കെ അത് ശമ്പളത്തിൽ നിന്ന് കൊടുത്ത് അതൊക്കെ കാര്യം നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ 5-10 കൊല്ലത്തെ പഠനമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഷമ്മാശന് ഇങ്ങനെയുള്ള അച്ഛന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു സിസ്റ്റർ വരട്ടെ സേവനം ചെയ്യാനായിട്ട്, അതേ ഇടവിൽ സേവനം ചെയ്യാൻ വരട്ടെ. പുതുതായിട്ട് വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സ്ഥലം വാങ്ങിക്കും ഒരു കോൺവെൻറ്റ് പണിയാനായിട്ട്. സ്ഥലം വാങ്ങിച്ചൊരു ചെറിയ കോൺവെൻറ്റ് പണിയുന്നു. അവിടെ വാട്ടർ സപ്ലൈ ഇതൊക്കെല്ലാം ശരിപ്പെടുത്തുന്നു. അങ്ങനെ അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഉണ്ടാകുന്നു. ഇനി എങ്ങനെ ചിലവ് കഴിയണ്ടായേ? ആര് കൊടുക്കും ചിലവിന്? അവിടെ ഒന്നും ഇല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന്, അവരുടെ കേന്ദ്രത്തിൽ നിന്ന്, മദർ ഹൗസിൽ നിന്ന് പൈസ അയച്ചു കൊടുത്ത് അങ്ങനെ ആ പൈസ കൊണ്ട് ഇവിടെ ജീവിക്കുന്നു. ഒന്നോർത്ത് നോക്കുക, 2 പേര്, ഒരച്ഛൻ, ഒരു കന്യാസ്ത്രീ. അച്ഛന് കൊടുക്കുന്ന സൗകര്യം, അതേ സമയത്ത് അതുപോലെ ജോലി ചെയ്യുന്ന സിസ്റ്ററിന് കൊടുക്കുന്ന സൗകര്യം. സിസ്റ്ററിൻ്റേത് സകലതും സിസ്റ്റർ സ്വന്തം കയ്യിൽ നിന്നെടുത്ത് ചിലവഴിച്ചു കൊള്ളണം. അച്ഛൻ്റേത് ജനങ്ങൾ നോക്കുന്നു. എവിടെ എന്ത് നീതിയായത്? ലോകത്തിൽ എവിടെ ഇതുപോലൊരു അനീതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ അവരോടൊക്കെ അങ്ങനെ പെരുമാറുന്നത്. നമുക്കിവിടെ ധാരാളം ദൈവവിളിയൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറിയാലും പിന്നെയും ഈ സിസ്റ്റേഴ്സ് അവിടെ ഒന്ന് സേവനം ചെയ്ത് മുന്നോട്ട് പോകും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് പറഞ്ഞാൽ ആർക്കും തിരികെയില്ല. സ്ത്രീകളോട് നമ്മൾ വിവേചനം കാണിക്കുന്നു, സിസ്റ്റേഴ്സിനോട് അതിനേക്കാൾ കൂടുതൽ വിവേചനം കാണിക്കുന്നു. എങ്കിൽ പോലും ഇവരെല്ലാം വളരെ നല്ല പാരമ്പര്യമുള്ളവരും നല്ലവരുമായതുകൊണ്ട് ഇതൊന്നൊക്കെ അവഗണിച്ച് നമുക്ക് പിന്നെ സേവനം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഞാനെപ്പോഴും ഓർക്കുകയാണ്, നമ്മുടെയൊക്കെ ഇടവകളിൽ എത്രയോ വൃദ്ധരായ മനുഷ്യർ പള്ളിയിൽ പോകാൻ പറ്റാതെ അതേസമയത്ത് ഒരു കുർബാന കാണാൻ വലിയ താല്പര്യത്തോടെ, കുർബാന കൈക്കൊള്ളാനുള്ള ആഗ്രഹത്തോടെ നോക്കിയിരിക്കുന്നു. ഒരച്ഛനോ മറ്റോ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ പോകാനുള്ള സമയം കിട്ടുകയില്ല. അപ്പോൾ ഈ പാവങ്ങൾ ചിലപ്പം മാസങ്ങളായിട്ട് നോക്കിയിരിക്കും ഒരു കുർബാന കൈക്കൊള്ളാനായിട്ട്. അതേസമയത്ത് അവിടെ ഒരു കോൺവെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ കോൺവെൻറ്റിലെ ഒരു സിസ്റ്റർ, അവിടുത്തെ ഒരു സിസ്റ്ററിനോട് പറയുക, നോക്ക്, ഇന്ന ഭവനങ്ങളിൽ നിൻ്റെ സേവനം ആവശ്യമുണ്ട്, കുർബാന കൊടുക്കാൻ ആവശ്യമുണ്ട്. പള്ളിയിൽ കുർബാന കൊടുക്കുന്നുണ്ടല്ലോ, ആ സിസ്റ്റർ വീട്ടിൽ കൊടുക്കാൻ പറ്റില്ലെന്ന് പറ്റുന്നുണ്ടോ? ആ വീട്ടിൽ പോയി ഒരു സുവിശേഷം ഒരു വാക്ക് വായിച്ച് ഒരു നല്ല ഉപദേശം പറഞ്ഞിട്ട് കുർബാനയും കൊടുത്ത് പോരണമെന്ന് പറയുകയാണെങ്കിൽ എത്ര സന്തോഷത്തോടെ ആ സിസ്റ്റർ ആ ഇവാഞ്ചലൈസേഷനിലും പാസ്റ്റ് വർക്കിലും പങ്കുചേർത്തതിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അത് ചെയ്യും. അങ്ങനെ ഇതൊക്കെ നന്നാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. കിട്ടിയ സാഹചര്യം കിട്ടുകയാണെങ്കിൽ പറയുന്നുമുണ്ട്. സ്ത്രീകൾ കുറെ കൂടി മുന്നോട്ട് വരണമെന്ന് പറയുന്നതിനൊപ്പം തന്നെ സമർപ്പിതരായിട്ടുള്ള ഈ സന്യാസിനിമാർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ്, അവർക്ക് കൂടുതൽ നല്ല അവസരങ്ങൾ കൊടുക്കണം. സമൂഹം തന്നെ അല്ലെങ്കിൽ നമ്മുടെ സഭാ പ്രസ്ഥാനങ്ങൾ തന്നെ കൊടുക്കണമെന്നാണ് പിതാവ് പറഞ്ഞു വരുന്നത്. വളരെ നല്ല ആശയമാണ് പിതാവേ. ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ പിതാവ്. നമ്മുടെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സർക്കാർ പൊതുവെ ചെയ്യുന്ന ഒരുപാട് സേവനങ്ങളുണ്ട്. അതിനേക്കാൾ മികച്ച പല സേവനങ്ങളും സഭ ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ധർമാശുപത്രികൾ, ആർക്കും വേണ്ടാത്തവരെ സംരക്ഷിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ, ഭിന്നശേഷിയുള്ളവരെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ, പിതാവ് തന്നെ തുടങ്ങിയ എയ്ഡ്സ് രോഗികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് പേർക്ക് അത്താണിയാണ്. ഈ സ്ഥാപനങ്ങളിൽ പലപ്പോഴും ഇപ്പോൾ വളരെ പ്രതിസന്ധിയാണ്, വെല്ലുവിളിയാണെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. നിയമങ്ങൾ കൊണ്ടായിരിക്കാം, മറ്റു പല സാമ്പത്തിക വരുമാനക്കുറവ് കൊണ്ടായിരിക്കാം, പല വിഷയങ്ങൾ കൊണ്ടായിരിക്കാം. അങ്ങനെ ആതുരാലയങ്ങളും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള അഗതി പാലന സ്ഥാപനങ്ങളും ഒക്കെ ഒരുപാട് വെല്ലുവിളികളെ നേരിടുന്നു എന്ന് പറയുന്നു. അതേക്കുറിച്ച് പിതാവിന് എന്താണ്
പറയാനുള്ളതെന്ന് പറയാമോ? ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നവരായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് ഈ സ്ഥാപനങ്ങൾക്ക് നടത്തിക്കൊണ്ട് പോകാനായിട്ട് അവർക്കൊക്കെ ഒത്തിരി പ്രയാസം അനുഭവപ്പെട്ടിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ, നിയമങ്ങൾ, പിന്നെ പൈസ അവർക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ആ പൈസ എളുപ്പത്തിൽ കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ, ഇതെല്ലാമായിട്ട് കഷ്ടപ്പെടുകയാണ് പല സ്ഥാപനങ്ങളും. ഞാൻ നമ്മുടെ തൃശ്ശൂരുള്ള പല സ്ഥാപനങ്ങളുമായിട്ട് അന്വേഷിച്ചിട്ട് അവിടെ മറ്റു രൂപത്തിലെന്ന പോലെ നിർത്തിപ്പോകേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. ഇവിടെ നമ്മുടെ തൃശ്ശൂരി ആളുകൾക്ക് വളരെ ജനറസാണ്. ഇതുപോലെ ജനറസായിട്ട് ഒരു ജനതയെ നമ്മളൊരിടത്തും കണ്ടെന്ന് വരികയില്ല. അപ്പോൾ അവർക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ളൊരു നല്ല സന്നദ്ധതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പൈസയുള്ളവരൊക്കെ അവിടെ പോവുകയും കാണുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും സഹായം ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നത് കൊണ്ട് നിർത്തേണ്ട ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുന്നില്ല. എങ്കിൽ പോലും പഴയതുപോലെ സുഗമമായിട്ട് നടത്താനുള്ളൊരു സാധ്യത വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ പൈസ ആവശ്യമുള്ളത് അവർ ആരുടെയെങ്കിലും ചോദിച്ചും പറഞ്ഞും ദാനം ചോദിച്ചു നേരുന്നും ഒക്കെ ആയിട്ട് അവരുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നു. അതുപോലെ പീസ് ഹോമിലുള്ള സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു 100-120 പേരോടുള്ള പകുതികൾ, ഇവരെയൊക്കെ ഓർത്ത് നോക്കുമ്പോൾ ഇതുപോലൊരു സേവനം എത്രയോ സുന്ദരമാണ്. കർത്താവ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ സേവനം അതൊക്കെ കൊണ്ട് നടന്നു പോകാൻ പ്രയാസമുണ്ട്. എങ്കിൽ പോലും നിന്ന് പോകുമെന്നുള്ളൊരു നമുക്കിവിടെയില്ല. പക്ഷേ പുറത്തൊക്കെ ഉണ്ട്. ഇപ്പം പുറത്തുനിന്ന് പൈസ കിട്ടിക്കൊണ്ടിരുന്നതൊക്കെ അതൊക്കെ തരാൻ മടി കാണിക്കുന്നു എന്ന് മാത്രം. കറസ്പോണ്ടൻസ് നടത്തിയാലും കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള പ്രയാസം. മദർ തെരേസയുടെ പ്രവർത്തനം നമുക്കറിയാം, എത്രയോ ശ്ലാഘനീയമായ പ്രവർത്തനമാണ്. ലോകം മുഴുവനും അംഗീകരിക്കുന്ന പ്രസ്ഥാനങ്ങൾ. എന്നിട്ട് പോലും നമുക്കിവിടെ അവരെ പ്രലോഭനം പറയുകയും പരിഹസിക്കുകയും അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നുള്ളതൊരു ഒരു വസ്തുതയാണ്. മദർ തെരേസയുടെ പ്രസ്ഥാനങ്ങൾ പോലും, ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ പോലും വെല്ലുവിളികൾ നേരിടുന്നു എന്നുള്ളതാണ് പിതാവ് നമ്മളെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത്. നിയമങ്ങൾ മൂലമായിരിക്കാം, പല തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കാം. പക്ഷേ യേശുവിൻ്റെ ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സേവനങ്ങളെല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ദൗത്യം. പിതാവ്, ഞാനൊരു വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇത്രയൊക്കെ ഒരുപാട് നല്ല സാമൂഹ്യ സേവനങ്ങൾ, മെഡിക്കൽ കോളേജ് അടക്കമായാലും ആതുര സേവനങ്ങളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും അഗതി സ്ഥാപനങ്ങളുടെ കാര്യത്തിലായാലും ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നു. പക്ഷേ സമൂഹത്തിൽ ഒരുപാട് വിമർശനങ്ങൾ സഭയ്ക്കെതിരെ, സഭാ മേധാവികൾക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? ചാനലുകളിലെ അന്തിച്ചർച്ചകളിലായാലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആയാലും ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ടോ? എന്താണ് പിതാവ് അതേക്കുറിച്ച് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ അധികം ഈ ചാനലൊന്നും അങ്ങനെ കാണുന്നയാളല്ല. എങ്കിൽ പോലും വല്ലപ്പോഴൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഈ ചാനലുകളിലൊക്കെ സഭ വിമർശിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് സത്യം അറിയാനുള്ളൊരു പരിശ്രമമല്ലല്ലോ ഇവിടെ കാണുന്നത്. ഇവിടെ എന്തോ സഭയെ മോശമാക്കി ചിത്രീകരിക്കുവാനുള്ളൊരു പരിശ്രമമാണല്ലോ കാണുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം ഈ പാനൽ ഡിസ്കഷന് വന്നിരുന്ന് സംസാരിക്കുന്നവരൊക്കെ ക്രൈസ്തവരുടെ നാമത്തിൽ സംസാരിക്കുന്നവർ പോലും ക്രൈസ്തവരോട് താല്പര്യമില്ലാത്ത ക്രൈസ്തവ സഭയെ സ്വീകരിക്കാത്തവരുമാണ്, അവരെ എതിർപ്പുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ കൊണ്ടുവന്ന് ഇവിടെ സംസാരിക്കുന്നത് സഭയെ മനഃപൂർവ്വം താറടിക്കാനുള്ള ഒരു പരിപാടി പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ചർച്ചകളിലുമൊക്കെ ഇതുപോലെ വിമർശിക്കുന്നതായിട്ട് നമ്മൾക്ക് അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. വിമർശനം എന്ന് പറയുന്നപ്പോൾ പൊതുവെയുള്ള കാര്യം പറയുകയാണെങ്കിൽ കേരളീയർ പൊതുവെ വിമർശകരാണ്. മറ്റ് സ്ഥലങ്ങൾ പോലെയല്ല. എന്തെങ്കിലും ഒരു ചെറിയ പശു വരികയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനും അത് അവതരിപ്പിക്കാനും ഒക്കെയുള്ള പ്രത്യേക ഒരു കഴിവ് നമ്മുടെ ആളുകൾക്കുണ്ട്. അതൊരു തെറ്റാണെന്നും പറയാൻ സാധിക്കില്ല. വിമർശനം ചിലപ്പോഴൊക്കെ വിമർശനം നല്ലതായിരിക്കാം. നമ്മുടെ സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ ശത്രുക്കളുടെ സുവിശേഷം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ശത്രുക്കൾ യേശുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ സുവിശേഷം എഴുതിയിരിക്കുന്നതിനേക്കാളും മനോഹരമായ കാര്യങ്ങളായിരിക്കാം. കയ്യപ്പാസ് പറഞ്ഞു, എല്ലാവരും മരിക്കുന്നതിന് പകരം ഒരാൾ മരിക്കുന്നത് നല്ലതാണ്. യോഹന്നാനെക്കുറിച്ച് കമ്മൻ എഴുതിയത് അയാളിങ്ങനെ പറഞ്ഞത്, അക്കൊല്ലത്തെ പ്രധാന പുരോഹിതനായതുകൊണ്ട് ദൈവം പ്രത്യേകം അയാൾക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്ത് പറയിപ്പിച്ചതാണെന്ന്. അതെന്തൊരു വലിയ സാക്ഷ്യമാണത്. എല്ലാവരും മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരാൾ മരിക്കുകയാണ് നല്ലത്. അപ്പോൾ യേശു എല്ലാവർക്കും വേണ്ടി മരിക്കുന്നതാണെന്നുള്ള ആ പ്രസ്താവനയോടെ വന്നു. യേശുവിനെക്കുറിച്ച് ഒരു പാവികളുടെയും ചുങ്കക്കാരുടെയും കൂട്ടുകാരൻ, സ്നേഹിതൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു.
എന്തൊരു നല്ല സുവിശേഷം, ശത്രുവിൻ്റെ സുവിശേഷം. ഇയാൾ ശരിക്കും പാപികളുടെ കൂട്ടുകാരനാണ്. യേശുവിനെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ ഏതൊരു പാപിക്കും യേശുവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ആ സ്വാതന്ത്ര്യം കിട്ടുക. അങ്ങനെ പല വിമർശനങ്ങളും ചിലപ്പോൾ നമുക്ക് ഒരുപക്ഷെ കയ്പുള്ളതായിട്ട് തോന്നുകയാണെങ്കിലും അതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ളത് നമുക്ക് വിചാരിക്കാം. ഇവിടെ ഇപ്പോൾ സഭയെ ഇങ്ങനെ അവഹേളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ വിചാരം അതിലേക്ക് എന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ, നമ്മൾ തിരുത്തേണ്ടതായി ഗ്രഹിക്കേണ്ടതായി വല്ലതുമുണ്ടോ, നമുക്കെന്തിനോടെങ്കിലും മാപ്പ് ചോദിക്കേണ്ടതുണ്ടോ, എന്ത് പ്രശ്നങ്ങൾ അനീതി വല്ലതും കാണിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ച് നമ്മുടെ കാര്യങ്ങൾ തന്നെ ഒന്ന് ശരിപ്പെടുത്തുന്നത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലോകം മുഴുവനോടുമായിട്ട് ക്ഷമ യാചിച്ചിട്ട് സഭ ചെയ്തു പോയിട്ടുള്ള പാദങ്ങൾക്കെതിരായിട്ട് മാർപ്പാപ്പ എല്ലാവരും ക്ഷമ ചോദിക്കുന്നു എളിമയോടുകൂടി. അതാണ് ശരിക്കുള്ള ആ രൂപി. ഇപ്പം നമുക്കങ്ങനെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടും നമ്മൾ ക്ഷമ യാചിക്കുന്നു, ഇല്ലാതെ ചുമ്മാ പറയുകയാണ് നമ്മൾ അത് അവഗണിക്കുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്ക് വല്ല തെറ്റുകളൊക്കെ കണ്ടെന്ന് വരും, ഉണ്ടെങ്കിൽ തിരുത്തണം, ക്ഷമ പറയേണ്ടതുണ്ടെങ്കിൽ ക്ഷമ പറയണം, അങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരാശയമാണ് മനസ്സിലാക്കുന്നത്. വളരെ നന്ദി പിതാവേ. വളരെ മനോഹരമായ കാര്യങ്ങളാണ് നമ്മളോട്, ഹൃദയത്തിൽ തൊടുന്ന കാര്യങ്ങളാണ് പിതാവ് നമ്മളോട് ഷെയർ ചെയ്തത്, പങ്കുവച്ചത്. ഇതിനേക്കാൾ കൂടുതൽ മികച്ച വിശേഷങ്ങൾ, കൂടുതൽ പ്രസക്തിയുള്ള വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ പിതാവ് നമ്മളോട് പങ്കുവയ്ക്കുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.